എവിടെയും ഒരു കാലത്തും വോട്ട് വേണ്ട എന്നാരും പറയാറില്ല. എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യണ്ടേ? ഒരു ഇല്ല, ആരും പറഞ്ഞില്ലല്ലോ. CPM പറഞ്ഞു വേണ്ടെന്ന്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വേണ്ടോ? വോട്ട് ചെയ്യുന്നതും മുന്നണി ബന്ധം ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഐക്യമുണ്ടാക്കുന്നതും മുന്നണിയിൽ ഒരുമിച്ച് നിൽക്കുന്നതും സഖ്യമുണ്ടാക്കുന്നതും ധാരണയുണ്ടാക്കുന്നതും വേറെയാണ്. വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ കോഴിക്കോട്ട് ഒരു സ്ഥാനാർത്ഥി, ഒരു മിനിറ്റ്, ഈ കോഴിക്കോട് സൗത്ത് ഇവിടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ SDP-യുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ വീട് ഈ വാർഡിലാണെങ്കിൽ വോട്ട് ചോദിക്കൂലേ പോയിട്ട്? അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുക എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വോട്ട് വേണ്ട എന്ന് പറയും. ആരുടെങ്കിലും എതിർ സ്ഥാനാർത്ഥി വോട്ട് ചെയ്താൽ ചെയ്യും എന്ന് പറഞ്ഞാൽ പോലും ചെയ്തു എന്നല്ലേ പറയുമ്പോൾ വേണ്ടെന്ന് പറയുന്നുണ്ടോ? സഖ്യകക്ഷിയെ പോലെയാണ് SDP പാലക്കാട് വിജയത്തിന് പിന്നാലെ വലിയ വിജയാഹ്ലാദ പ്രകടനമൊക്കെ നടത്തിയത്. അപ്പോൾ അവർ പരസ്യമായ സഖ്യത്തിലായിരുന്നു എന്നുള്ളതാണ് CPM-ന്റെ ആരോപണം. അല്ല, അത് CPM-ന്റെ ആരോപണമല്ലേ? ഞങ്ങൾ സഖ്യത്തിലായിരുന്നില്ലല്ലോ. അത് നിങ്ങൾക്കറിയാലോ. ഞങ്ങൾ സഖ്യത്തിലായിരുന്നില്ല. ആരെങ്കിലും ഞങ്ങളെ വിജയം ആഹ്ലാദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഹ്ലാദിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ പറയുക. ഞങ്ങൾ ആഹ്ലാദത്തിൽ അവരെ കൂട്ടിയിട്ടില്ല. അവരോട് ആഹ്ലാദിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. മനുഷ്യന്മാർക്ക് വെറുതെ ആഹ്ലാദം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. നമ്മൾ എന്തിനാ ആഹ്ലാദം നഷ്ടപ്പെടുത്തുന്നത്? ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു ഓഫീസ്, CPM-ന്റെ ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെയും പോയി വോട്ട് ചോദിക്കണം. ആ മണ്ഡലത്തിൽ ഞാൻ സൗത്തിൽ മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ പോയി വോട്ട് ചോദിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 18,000 വോട്ട് ജയിച്ചതിന് ശേഷമാണ് അവിടെ പോയാൽ എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യങ്ങൾക്ക് ഈ രീതിയിൽ ആദ്യമേ മറുപടി പറയാൻ എന്താണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഏത് മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥിക്ക് ആ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരെയും ആ മണ്ഡലത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളെയും സന്ദർശിക്കാം. അതിൽ ആശയത്തിൻ്റെ നയത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. വോട്ട് ചോദിക്കണം. വോട്ട് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അല്ല, ആ മണ്ഡലത്തിൽ അത് SDP-യുടെ അല്ല പറഞ്ഞത്. അത് നിങ്ങൾ പറയുന്നത് കേരള അടിസ്ഥാനത്തിലോ ദേശീയ അടിസ്ഥാനത്തിലോ ഒക്കെയാണ്. ഞാൻ വ്യക്തമായി പറഞ്ഞതാണല്ലോ. വ്യക്തമായി പറഞ്ഞു, ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോട് വോട്ട് ചോദിക്കും. അവരെ പാർട്ടിയോ ജാതിയോ ഒന്നും ചോദിക്കും. എതിർ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ കയറി പോലും വോട്ട് ചോദിക്കാറുണ്ട്. നേരത്തെ മുസ്ലിം ലീഗ് വളരെ പരസ്യമായിട്ട് വ്യക്തമാക്കിയിരുന്നു SDP-യുടെ NDF ആയിരുന്നു, NDF-ന്റെ വോട്ട് സ്വീകരിക്കില്ല, വേണ്ട. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. NDF രാഷ്ട്രീയ പാർട്ടി അല്ലായിരുന്നു. വേങ്ങരയിൽ മത്സരിച്ചപ്പോൾ തന്നെ പരസ്യമായിട്ട് പറഞ്ഞത് KM ഷാജി പറഞ്ഞു, മുനീർ പറഞ്ഞു, അവരൊക്കെ NDF-ന്റെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചാണ്. ഇല്ല, ഇപ്പോൾ നമ്മുടെ ഈ അവസ്ഥയിൽ ഇപ്പോൾ പറയുന്നത് ഈ SDP-യെയും വെൽഫെയർ പാർട്ടിയെയും മുന്നിൽ നിർത്തി പരാജയം മറച്ചു വെക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. വേറെ ഒന്നുമില്ല. ദയനീയ പരാജയം ഉണ്ടായി 3 സ്ഥലത്തും. അത് മറച്ചു വെക്കാൻ ഇതുപോലുള്ള ചെപ്പടി വിദ്യകൾ ഉപയോഗപ്പെടുത്തുകയാണ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. SDP-യും വെൽഫെയർ പാർട്ടിയും സമസ്തയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനിയെങ്കിലും പഠിക്കണം. ഇത് രണ്ടും രാഷ്ട്രീയ പാർട്ടികളാണ്, മറ്റു മതസംഘടനയാണ്. അത് ഇതുവരെ അറിഞ്ഞൂടാ. ഏയ്, മതസംഘടനകളുടെ അഭിപ്രായം അവരല്ലേ പറയുക. എനിക്ക് മനസ്സിലായില്ല. മതസംഘടനകളുടെ ആഭ്യന്തര കാര്യത്തിലോ അവരുടെ പ്രവർത്തന രീതികളിലോ അവരുടെ അഭിപ്രായങ്ങളിലോ ഞങ്ങൾ എതിരെ ഇടപെടാറില്ല. മുസ്ലിം ലീഗിനെ ആരെങ്കിലും വ്യക്തികൾ വിമർശിച്ചാൽ ആ വ്യക്തികൾക്ക് മറുപടി പറയും. അത് സംഘടന ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും. സമസ്ത നടത്തുന്ന ഈ ആദർശ സമ്മേളനങ്ങളെല്ലാം ലീഗ് ഒരു വിഷയമാണ്. ലീഗ് നേതൃത്വത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചും അവരുമായിട്ടുള്ള ആശയ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ആദർശ സമ്മേളനങ്ങളിൽ പോലും ചർച്ചയാവും. ഇന്നും ഒരു നടന്ന ഓഡിറ്റോറിയത്തിൽ സമസ്ത ആദർശ സമ്മേളനം നടത്തുന്ന ഒരു കൂട്ടർ ഇപ്പൊ കഴിഞ്ഞ തവണ എളവണ്ണപ്പാലയിൽ ഒരു പരിപാടി നടന്നിരുന്നു. ഇത്തരത്തിൽ ലീഗ് നേതൃത്വത്തെ ചൊല്ലിയാണ് ആദർശ സമ്മേളനങ്ങൾ നടക്കുന്നത്. അതെങ്ങനെയാണ്? സമസ്തയുടെ ആദർശം ലീഗാണ്. സമസ്തക്ക് അതിൻ്റേതായ വ്യക്തമായ കൃത്യമായ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉണ്ട്. അത് പറയാൻ വേണ്ടി അവർ യോഗം വിളിച്ചു കൂട്ടുകയാണെങ്കിൽ ലീഗ് എന്താ ചെയ്യണം? അതിൽ ലീഗിൻ്റെ നേതാക്കന്മാരുണ്ടാവും. സമസ്തയിലുള്ള ലീഗാണെങ്കിൽ നേതാക്കന്മാരും അണികളൊക്കെ അതിലും പങ്കെടുക്കും. അതല്ലാതെ അത് രണ്ടും തമ്മിലൊരു ഏറ്റുമുട്ടലോ രണ്ടും തമ്മിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള തർക്കങ്ങളോ ഒന്നുമില്ല. വളരെ സുന്ദരമായി പോവുകയാണ്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായ ശേഷം പ്രത്യേകിച്ച്
ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രത്യേക സ്നേഹമുണ്ട് എന്നൊക്കെയാണ് പിണറായി വിജയന്റെ ആരോപണം. അതേ സമാനമായ ആരോപണമാണ് സമസ്തയ്ക്കുള്ളത്. ലീഗിനകത്തൊരു സലഫി ആശയങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുന്നു. അല്ല, ഇത് രണ്ടും രണ്ടായിട്ട് കാണണ്ട. നമ്മൾ ഒന്ന് രാഷ്ട്രീയ പാർട്ടിയാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ CPM നേതാവാണ്. അദ്ദേഹത്തിന് മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി പറയണം. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കുറ്റമൊന്നും പറയാനില്ല. അതുകൊണ്ട് അവർ കുറ്റപ്പെടുത്തുന്ന ചില സംഘടനകളെ അഡ്രസ്സ് ഞങ്ങളെ മേലേക്ക് വെച്ചിട്ട് പറയണം. അതിൻ്റെ അർത്ഥം തന്നെ മുസ്ലിം ലീഗിനൊന്നും പറയാനില്ല. മുസ്ലിം ലീഗിൻ്റെ ചെയ്തികളോ നയങ്ങളോ നടപടികൾക്കോ വിമർശിക്കാനൊന്നുമില്ല. ആകെയുള്ളത് ജമാഅത്ത് ഇസ്ലാമിയായി ബന്ധമുണ്ട് എന്ന് പറയലാണ്. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധമുള്ള മാർക്സിസ്റ്റ് പാർട്ടി മോശമല്ലേ? SDP ബന്ധം നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടി മോശമല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലീഗിനോട് വളരെ സ്നേഹവും ഒക്കെയായിരുന്നു CPM. ലീഗ് നല്ല സംഘടനയാണ്, ലീഗ് ഞങ്ങളിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് മാറി. എന്തുകൊണ്ടായിരിക്കും ആ മാറ്റം? രണ്ടാം ക്ലാസ്സിൽ പാഠം പഠിച്ചില്ലേ നമ്മൾ? മുന്തിരിക്ക കിട്ടാതായപ്പോൾ പുളിക്കും എന്ന് പറഞ്ഞേ അതാണ്. ഞങ്ങൾക്കല്ല, അവർക്കല്ലേ ഉറപ്പായത്. ഒരു ഭാഗത്ത് സമസ്തി, ഒരു ഭാഗത്ത് ജമാഅത്തുമായിട്ട് പോയാൽ ഇത് എപ്പോഴാണ് അവസാനിക്കുക? നമ്മൾ വല്ല പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ പറയും. എങ്ങനെ ആര്? ഞങ്ങളല്ലേ? ഞങ്ങൾ CPM നിരന്തര വിമർശനം. BJPക്കും അത് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പോകാറില്ല. ഞങ്ങൾക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ്. അവരുടെ വിജയത്തിൽ ഞങ്ങൾക്ക് നല്ല പങ്കുണ്ട്. ഇന്ത്യ രാജ്യത്തിലെ ജനാധിപത്യ മതേതര ചേരിയെ ശക്തിപ്പെടുത്താൻ അവരുടെ സാന്നിധ്യം പാർലമെൻറ്റിൽ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സഹായിച്ചത്. ദൈവാനുഗ്രഹം കൊണ്ട് സാധിക്കുകയും ചെയ്തു.